قال رسول الله صلى الله عليه وسلم يقول الله عز وجل أنا عند ظن عبدي بي. ഖുദ്സിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസാണ് ഉദ്ധരിച്ചത്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ അടുത്ത് നിൽക്കുന്ന ഹദീസിൽ വളരെ ഫലമുള്ള ഒരു ഹദീസാണ്. അള്ളാഹ് പറയുന്നതാണ് ഖുദ്സിയായ ഹദീസ്. അള്ളാഹ് പറയാം, ഞാൻ ഇന്ദ വന്നി അബ്ദി, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു ആ അവസ്ഥയിലാണ് ഞാൻ ഉണ്ടാവുക. എന്നെ എങ്ങനെയാണ് എൻ്റെ അടിമ മനസ്സിലാക്കിയിട്ടുള്ളത്, ആ രീതിയിൽ ഞാൻ അവനോട് നിൽക്കുന്ന. അപ്പം ഞങ്ങളുടെ റബ്ബിൽ എപ്പോഴും നല്ലത് പ്രതീക്ഷിച്ചുകൊണ്ട്, എൻ്റെ റബ്ബ് കാരുണ്യവാനാണ്, എൻ്റെ റബ്ബ് എന്നെ പ്രയാസപ്പെടുത്തില്ല എന്നുള്ള ആ റബ്ബിനെ കുറിച്ചുള്ള നല്ല ചിന്തകൾ, എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല പ്രതീക്ഷകളും നല്ല ചിന്തകളും, അവൻ ഇതുവരെ നിലവിൽ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ്റെ ഔദാര്യവും അനുഗ്രഹവും ഒക്കെ മനസ്സിലാക്കി റബ്ബിന് ശുക്ർ ചെയ്യുക എന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഹപര വിജയത്തിന് കാരണമാവും ഈ ഒരു ചിന്ത. ഒരു പ്രയാസഘട്ടത്തിലായിക്കോട്ടെ, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം നബി തങ്ങൾ പറഞ്ഞത് അജബാണ്, അത്ഭുതമാണ്. എങ്ങനെയാ സാധിക്കുന്നു? അവന് അള്ളാഹു അനുഗ്രഹം കോരി വാരിക്കൊടുത്താലോ അവൻ ഇഷ്ടം പോലെ പ്രതിഫലം വാങ്ങുകയാണ്. എൻ്റെ റബ്ബക്ക് തന്നതല്ലേ, ഞാൻ ഇത്രയും ബലഹീനനായി, എൻ്റെ ഇബാദത്തുകൾ കുറഞ്ഞിട്ടും, ഞാൻ തെറ്റുകൾ ചെയ്തിട്ടും, അപാകതകൾ എന്നിൽ സംഭവിച്ചിട്ടും എനിക്ക് അല്ലാഹു ഇത്രയൊക്കെ നിഅമത്ത് ചെയ്തില്ലേ, എനിക്ക് ഇത്രയൊക്കെ അനുഗ്രഹം അല്ലാഹു തന്നില്ലേ, അൽഹംദുലില്ലാഹ്. അപ്പോൾ അവൻ ശുക്ർ ചെയ്യും, അവന് കൂലി കിട്ടും. ഇനി അവൻ വലിയ പരീക്ഷണത്തിലകപ്പെട്ടാലോ അജബൻ, ഒരു അത്ഭുതം തന്നെ. അവൻ പറയും, പടച്ചോനെ എൻ്റെ റബ്ബിൻ്റെ പരീക്ഷണമാണല്ലോ, അള്ളാഹു എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹ് തന്ന ഒരു പരീക്ഷണമാണ് ഈ രോഗം, അല്ലെങ്കിൽ ഈ പ്രതിസന്ധി, അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഈ പ്രയാസം. ഞാനത് തരണം ചെയ്യണം. എൻ്റെ റബ്ബ് അതിൻ്റെ പിന്നിൽ എനിക്ക് വലിയ ഖൈർ കണക്കാക്കിയിട്ടുണ്ടാവും. അള്ളാഹു നീ ഇതിനേക്കാളും ഖൈറായ അവസ്ഥ എനിക്ക് നൽകണേ അല്ലാഹ്. ഞാൻ നിന്റെ ഈ പരീക്ഷണത്തിൽ ഞാൻ ക്ഷമിക്കുന്നു, എനിക്ക് പ്രതിഫലം നൽകണേ അല്ലാഹ്. അപ്പൊ അള്ളാഹു അവന് വലിയ പ്രതിഫലമാണ്, അതും അവന് പ്രതിഫലമാണ്. അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യന്റെ, ഈമാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അജബാണ്, അത്ഭുതമാണ്. അവൻ അനുഗ്രഹം കൊടുത്താലും അവൻ സ്വർഗം വാങ്ങും, പരീക്ഷണം കൊടുത്താലും അവൻ സ്വർഗം വാങ്ങും. എങ്ങനെയാണെങ്കിലും അവൻ സ്വർഗം വാങ്ങും. കാരണം അവൻ്റെ ചിന്ത അങ്ങനെയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അവൻ്റെ ചിന്ത നല്ല ചിന്തയാണ്. ആ നിലക്ക് അവൻ ഏത് ഘട്ടങ്ങളിലും അവൻ രക്ഷപ്പെട്ട് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് സന്തോഷമുള്ള അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരും എന്നതാണ് ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഖൽബിൽ അള്ളാഹു എന്നെ പരാജയപ്പെടുത്തൂല, എൻ്റെ റബ്ബാണ്, എൻ്റെ പടച്ചവനാണ്, എന്നോട് സ്നേഹമുള്ള അള്ളയാണ്. അപ്പോൾ നമുക്ക് അള്ളാഹുവിനോടും വലിയൊരു സ്നേഹം തോന്നും, നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഈ നല്ലൊരു പ്രഭാതത്തിൽ, തുടർന്നുള്ള സമയങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ, പിന്നെ സന്തോഷഘട്ടങ്ങളിലെല്ലാം അള്ളാഹുവിനെ കുറിച്ച് നല്ലൊരു ചിന്ത നമുക്കുണ്ടാവണം. ആ രീതിയിൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും എന്നതാണ് ഈ ഹദീസിൻ്റെ വിവക്ഷ. അള്ളാഹു തആല അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ സന്തോഷിപ്പിക്കുമാറാവട്ടെ.